സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള ആദവും ഹവ്വയും തേജസ് ഇങ്ങനെ വാരി ചുറ്റിയേക്കുമല്ലേ. തേജസ് ചുറ്റിയ ദൈവവും ആ തേജസ് പ്രതിഫലിക്കുന്ന രണ്ടുപേരും ഒന്നിച്ച് ദൈവത്തെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുവന്ന് രാത്രി മുഴുവൻ പപ്പ ഇന്ന് പകൽ ഞങ്ങൾ ഇന്ന ഫ്രൂട്ട്സാണ് കഴിച്ചത്, അവ ഇന്ന ഫ്രൂട്ട്സ് കൊണ്ടുവന്നായിരുന്നു, ഞാനത് ഭാഗം ചെയ്ത് ഞങ്ങൾ രണ്ടും കൂടെ ഭക്ഷിച്ചു, അതിൻ്റെ ബാക്കി ഇവിടെ ഇരിപ്പോൾ നമുക്ക് ഒന്നിച്ചത് കഴിക്കാം, വൈകിട്ട് നീ വന്നിട്ട് അത്താഴം കഴിക്കാമെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സന്തോഷമായിരുന്നറിയാം. പാപമില്ലാത്തൊരു കാലം, ഹല്ലേലൂയ, ഒന്നിനെ ഭയപ്പെടാത്തൊരു കാലം ദൈവം വരുന്നു. ഇവർ രണ്ടും കൂടെ സന്തോഷിച്ച് ഇങ്ങനെ പോകുന്നു. അങ്ങനെ വലിയ സന്തോഷമായി രാവിലെ പോകുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, അതം ഞാൻ പോട്ടെ മോനെ, പോയിട്ടോ, വൈകിട്ട് താമസിക്കല്ലേ, സന്ധ്യ ആകുമ്പോൾ ഇനി വരണം കേട്ടോ. അവയോട് പറഞ്ഞു, മോളെ ഞാൻ പോട്ടെ, പോകോ, സന്ധ്യ ആകുമ്പോൾ ഇനി വരണം. അങ്ങനെ പോകുന്ന ഒരു പപ്പയും മക്കളും പോലുള്ള ഒരു ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. അന്ന് വൈകിട്ട് വന്നപ്പോൾ മാതൊക്കെ പിള്ളേർ രണ്ടും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ചോദ്യം ഈ ഭൂമിയിൽ ഉയർന്നു, മനുഷ്യ നീ എവിടെ? ഇന്ന് രാവിലെ ഞാൻ ടാറ്റ പറഞ്ഞു പോകുമ്പോ നീ വാതുക്കൽ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് നീ എവിടാ? മനുഷ്യൻ പറഞ്ഞ വാക്ക്, നിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി എന്നാണ് ഭയമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഭയമില്ലാത്ത ലോകത്തിൽ എന്നാണ് ഭയമുണ്ടായത്? തമ്പുരാൻ ചോദിച്ചു, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞു, നീ തിന്നോ? അവൻ പറഞ്ഞു, ഞാൻ തിന്നതല്ല, നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്നെ ആ സ്ത്രീ തന്നു, ഞാൻ തിന്നു. അവളുടെ സ്ത്രീയെ, നീ ഇത് ചെയ്തതാണോ? അവൾ പറഞ്ഞു, ഞാനല്ല കുറ്റക്കാരൻ, പാമ്പ് നിർബന്ധിച്ചു തന്നു, ഞാൻ തിന്നു. ചുരുക്കി പറഞ്ഞാൽ പരസ്പരം കുറ്റങ്ങൾ പറയുന്ന ആ ഇന്നലെ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം എന്നൊക്കെ പറഞ്ഞ ഒരുത്തി, നീ തന്നു, അവൾ തന്നു, ഞാൻ തിന്നു എന്നൊക്കെ പറയുന്ന ചിത്രിക്കുന്ന ഒരു കുടുംബമായി, ഭയമുള്ള കുടുംബമായി ആ കുടുംബം മാറി. യഹോവയുടെ കോപം ജ്വലിച്ചു. എപ്പോഴാ കോപം ജ്വലിച്ചത്? എപ്പോൾ മനുഷ്യൻ പാപം ചെയ്തോ അപ്പോൾ. ആരാണ് പാപത്തിന് കാരണക്കാരൻ? ഒരിക്കൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൂതൻ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ആരാധിച്ച ദൂതന്റെ അകത്ത് നിഗളം കയറിയപ്പോൾ അവൻ തീരുമാനിച്ചു, ഞാൻ ദൈവത്തോട് സമനാകും, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ വെക്കും, ഞാൻ ഉന്നതങ്ങളിൽ കയറിയിരിക്കും എന്നൊക്കെ അവൻ ഉള്ളിൽ ചിന്തിച്ച സമയത്ത് അകത്തുണ്ടായ നിഗളത്താൽ ദൈവം അവനെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ വെട്ടിക്കളഞ്ഞ ദൂതൻ പിശാചായി മാറി. ആ പിശാച് ദൈവത്തെ ആരാധിക്കാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ പാപം ചെയ്യിച്ചു. ആ പാപം ചെയ്തതിന്റെ ഫലമായി സകല മനുഷ്യരിലേക്കും പാപം പരന്നു. പാപത്തിന്റെ ശമ്പളമായ മരണം പ്രവേശിച്ചു. മരണമില്ലാത്തവനായ ദൈവം മനുഷ്യനെ മരണമില്ലാത്തവനായി സൃഷ്ടിച്ചെങ്കിലും പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് എല്ലാവരും പാത്രരായി. അന്നു മുതൽ ഇന്ന് വരെ ജനിച്ച മുഴുവൻ മനുഷ്യന് ഒരു പാപവും ചെയ്യാതെ ജീവിച്ചാലും, കൊർന്നേലിയോസിനെ പോലെ നീതി തന്നെ പ്രവർത്തിച്ച് പ്രാർത്ഥനാ മനുഷ്യനായി ജീവിച്ചാലും അവൻ പാപിയാണെന്ന് ഈ പുസ്തകം പറയുന്നു. സന്തോഷമുണ്ട് ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ദൈവം പറയുന്നു, നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു. എന്തില്ലാതെ പോയി? എല്ലാരും പറഞ്ഞാട്ട്, ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി പോയി. അതുവരെ മനുഷ്യനെ മൂടിയിരുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന പദവി ദൈവത്തിന്റെ മകനാണ്. ഈ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ ആദമാണ്, ദൈവത്തിന്റെ ആദ്യജാതനായ ദൈവത്തിന്റെ മകൻ. പാപം ചെയ്തപ്പോ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന് തേജസ് പോയി, രണ്ട് പുത്രത്വം പോയി. എന്താ പോയി? തേജസ് പോയി, പുത്രത്വം പോയി. പുത്രത്വം പോയപ്പോൾ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് തിരിച്ചു നടത്താൻ, പ്രൈസ് ദി ലോർഡ്, തേജസ്സിന്റെ പ്രഭയായ തന്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായി തീർന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മള് ഇപ്പോൾ ആരുടെയും വീട്ടിൽ അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നുമില്ല, എങ്കിലും ഭവനങ്ങൾ ഇപ്പോഴും ഉണ്ട്. കൃത്യമായി വൈകിട്ട് കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്ന നല്ല മാതാപിതാക്കൾ ഇപ്പോഴും ഉണ്ട്.
രാവിലെ എണ്ണിച്ച് കൃത്യസമയത്ത് പാടി പ്രാർത്ഥിക്കുന്ന പഴയ പാട്ടൊക്കെ പാടി ആരാധിക്കുന്ന ഭവനങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ പല വീടുകളിൽ അതൊക്കെ കുറഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാടുന്നൊരു പാട്ടിനകത്ത് ഒരു പാട്ടാണ് പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ള പാട്ട്. സ്തോത്രം. അതിനകത്ത് ഒരു ലൈൻ നമ്മൾ ചേർന്ന് പാടും. എന്നറിയാമോ? സ്തോത്രം. പുത്രന്റെ നാമത്തിൻ്റെ അല്ല, ശത്രുതയിൽ അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ ആ പാട്ടുകാരൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ലൈൻ, എന്നോടുള്ള ശത്രുതയെ അകറ്റിയിട്ട് എനിക്ക് നീ പുത്രത്വം തന്നു. എന്താ നഷ്ടപ്പെട്ടത്? പുത്രത്വം. എന്താ തിരിച്ചു കിട്ടിയത്? പുത്രത്വം. എന്തിനാ ക്രിസ്തു കഷ്ടം അനുഭവിച്ചത്? അനേകം പുത്രന്മാരെ തിരിച്ച് തേജസ്സിലേക്ക് നടത്തേണ്ടതിന് സ്വന്തം പുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. അങ്ങനെയാണ് കാൽവരി മരണം ഒരു യാദർച്ഛിക സംഭവമല്ല, തികച്ചും സ്വർഗത്തിന്റെ വലിയ പദ്ധതിയായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരും പാപികളാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പാപമില്ലാത്ത ഒറ്റ മനുഷ്യനെ ഇതുവരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, പാപമില്ലാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ കഴിഞ്ഞ 6000 വർഷങ്ങൾക്കകത്ത് ആദാം മുതൽ ഇന്ന് രാത്രി വരെ ഈ ഭൂമിയിൽ പിറന്നിട്ടുള്ളൂ. അവന്റെ പേരത്രേ യേശു. ഹല്ലേലൂയ. പുരുഷ ബീജത്താൽ ഉളവായ സകല മനുഷ്യരും ആദാമ്യവർഗത്തിന്റെ പാപമുള്ളവനായി ജനിച്ചപ്പോൾ പുരുഷ ബീജമില്ലാതെ ഒരുവൻ ജനിച്ചു. ഏതിനെ വെച്ച് ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും, അവനവന്റെ കുതികാൽ തകർക്കുമെന്ന് പറഞ്ഞ വചനത്തിന്റെ നിവർത്തി യേശു ക്രിസ്തുവിൽ വെളിപ്പെടുവാൻ വേണ്ടി കാലത്തിന്റെ സമ്പൂർണതയിൽ, കാലത്തികവിങ്കൽ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ കന്യകയായ മറിയുടെ ഉദരത്തിൽ ഭൂജാതനായി ഒരുവൻ ഈ ലോകത്തിൽ വന്ന് അവൻ സകല ലോകത്തെ നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ചു, പാപം ഒഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ട യേശു ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താമെന്ന് ലോകത്തെ വെല്ലുവിളിച്ച ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ അതെന്റെ യേശുവല്ലാതെ മറ്റൊരുത്തനില്ല. ഇതിനകത്ത് ചേർന്ന പേര് കർത്താവിനെ സ്തുതിക്കും. പാപമില്ലാതെ ജനിച്ചവൻ, പാപമില്ലാതെ ജീവിച്ചവൻ. വിസ്താര കോടതി വരുമ്പോൾ പീലാത്തോസ്, ഹെരോദാവ്, പുരോഹിത മതം, കയ്യപ്പാവ്, ഹന്നാവ്, ന്യായാധിപ സംഘം, വീണ്ടും പീലാത്തോസ് മാറി മാറി 6 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും അവരെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ട്, ഈ നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. സ്തോത്രം പറയണേ. ഇന്ന് രാത്രി വഴിയോരത്ത് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ലജ്ജയില്ലാത്തതിന് കാരണം ഞങ്ങൾ ഉയർത്തുന്ന യേശുവിനെ വിസ്തരിച്ച സകല കോടതിയും ഒരുമിച്ച് പറഞ്ഞു, ഈ നീതിമാനിൽ ഒരു കുറ്റവുമില്ല. ഏറ്റെടുക്കുന്നവർ കരമടിച്ചിര ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ആരാധ്യനായ യേശുവിനെ പോലെ പാപമില്ലാത്ത മറ്റൊരുത്തനില്ല. പീലാത്തോസിന്റെ ഭാര്യ ഭയപ്പെട്ടിട്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി സ്വപ്നത്തിൽ ദൈവം എനിക്ക് ഇടപെട്ടു. പീലാത്തോസേ, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചോണം. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തല്ലോ. ക്രൂശീകരണത്തിന് നേതൃത്വം വഹിച്ച ശതാധിപൻ കാൽവറിയിലെ സ്വന്തം തോളിൽ തലചായിച്ച് പിതാവിന്റെ കയ്യിൽ പ്രാണനെ ഏൽപ്പിച്ച്, ഇവർ ചെയ്യുന്ന ഇന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാം നിവർത്തിയായി പ്രാണനെ വിട്ടപ്പോൾ ആ ശതാധിപൻ പറഞ്ഞു, വാസ്തവം
വാസ്തവമായി ഇവൻ നീതിമാനായിരുന്നു. ഇന്ന് രാത്രി ഉലകത്തിൽ പാപമില്ലാതെ പിറന്ന നീതിമാനെന്ന് എല്ലാവരും സാക്ഷി പറഞ്ഞ ഒറ്റിക്കൊടുത്ത ദൂതയും വിധി പറഞ്ഞ ന്യായാധിപനും ന്യായാധിപന്റെ ഭാര്യയും സഹസ്രാധിപനും ശതാധിപനും ഒരുപോലെ നീതിമാൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി യേശു മാത്രമാണ്. അതുകൊണ്ട് ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ മനുഷ്യരാശിക്ക് രക്ഷ പ്രാപിപ്പാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കേണ്ട രാത്രി മറ്റൊരുത്തന് രക്ഷയില്ലേ.